താങ്ക് യു ഡോക്ടർ രജനി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1885 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഇന്നലെ നടന്ന ക്ലാസിന്റെ രണ്ടാം ഭാഗമാണ്. ഹോമിയോപ്പതി ചികിത്സയും ക്യാൻസറും അറിയേണ്ടതല്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ഇന്നലെ സാറ് നമുക്ക് എടുത്ത കാര്യങ്ങൾ, ക്യാൻസർ എന്താണ്, ക്യാൻസർ സെൽസ് എങ്ങനെ രൂപപ്പെടുന്നു, അത് എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിലാണ് ക്യാൻസറിനെ നമ്മൾ കാണേണ്ടത് എന്നൊക്കെയുള്ള അതിൻ്റെ സ്റ്റേജസ്, ഇതൊക്കെയാണ് സാർ ഇന്നലെ നമുക്ക് ക്ലാസ് എടുത്തത്. നമുക്കൊരു ചർച്ചയ്ക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല ഇന്ന്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗവും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള രണ്ടാം ഭാഗമാണ് ഇന്ന് ഈ രണ്ടാം ഭാഗം ക്ലാസ്സിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. സാറ് ഇന്നലെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. സാറ് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതുപോലെ വളരെ നല്ല രീതിയിൽ ഡയഗ്നോസിസ് ഉൾപ്പെടെ വളരെ നല്ല നിലവാരം പുലർത്തുന്ന നല്ല ക്ലാസ്സുകളാണ് സാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇതിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി വളരെ ആദരപൂർവ്വം സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ലാസ് തുടങ്ങാം സാർ. ഡോക്ടറിന് കോ-ഹോസ്റ്റ് ആക്കിയായിരുന്നു. ഡോക്ടർ ശൈലയാണ് ഹോസ്റ്റ്. ശരി. സാറ് കോ-ഹോസ്റ്റ് ആണ്. സാറിന് അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ക്യാൻസർ, അതെങ്ങനെ രൂപപ്പെടുന്നു, അതിൻ്റെ സ്റ്റേജസ്, ജീൻസ് മ്യൂട്ടേഷൻ, പിന്നെ സെല്ലുലാർ ലെവലിൽ എന്തെല്ലാം ചേഞ്ച്, ടിഷ്യൂ ലെവലിൽ എന്തെല്ലാം ചേഞ്ച്, ട്യൂമറിന് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതും. അതിന് നമ്മളൊരു ഡെഫിനിഷൻ, കൃത്യമായ ഒരു ഡെഫിനിഷനും ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ടു പ്രിവെന്റ് ക്യാൻസർ. കാരണം ക്യാൻസർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ക്യാൻസർ കൃഷിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 10 വീട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗിയുള്ള ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ക്യാൻസർ രോഗികൾ മോഡേൺ മെഡിസിനിലേക്ക് പോകാതെ ചിലരെങ്കിലും ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ സമീപിക്കണം. കാരണം അവർക്ക് ചുറ്റുപാട് നടക്കുന്ന പല തിക്താനുഭവങ്ങളായിരിക്കാം. നീ എന്ത് സംഭവിച്ചാലും ഹോമിയോപ്പതി ചികിത്സ തേടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹോമിയോപ്പതിക്കാരെ സമീപിക്കുന്നു. അതേപോലെ തന്നെ ഓരോ ഹോമിയോപ്പതിക്കാരനും അവരുടെ ചുറ്റുമുള്ള ഏറ്റവും കുറഞ്ഞ ഒരു 10 ഫാമിലിയെങ്കിലും ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ എന്ന് പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറഞ്ഞത് 10 ഫാമിലിയെങ്കിലും ഒരു ഡോക്ടറുടെ ആധികാരികതയിൽ ഉണ്ടാകാം. എനിക്ക് അതിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ പക്കൽ ഒരു ഫയൽ ഉണ്ടാകും. ആ കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫയൽ നമ്മൾ സൂക്ഷിക്കും, ആ 10 കുടുംബങ്ങളെങ്കിലും. അപ്പൊ ആ ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ, കാരണം ഫയൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഫിസിക്കൽ, മെന്റൽ എല്ലാം, പിന്നെ ഹൈറ്റും വെയിറ്റും, അവരുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും രേഖപ്പെടുത്തി വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ മാറ്റങ്ങൾ അനുസരിച്ചുള്ള മരുന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, പറഞ്ഞാൽ അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
ഞാൻ നേരത്തെ പറഞ്ഞു ഈ കുട്ടികളെ സംബന്ധിച്ചോളം ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സ് അത് പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ ആദ്യം ചിലപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, ചിലപ്പോൾ സ്മോൾ ക്ലിനിക്കിലായിരിക്കും പോകുന്നത്, കുറച്ചുകൂടെ ഉയർന്ന ക്ലിനിക്കിൽ പോകും. അങ്ങനെ 2-3 പ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞിട്ടും ഈ കുട്ടികളുടെ ചുമ, അതല്ലെങ്കിൽ പനി, അതല്ലെങ്കിൽ തലവേദന ഇത് മാറുന്നില്ലെങ്കിൽ എന്നാ ഹോമിയോപ്പതി നോക്കിക്കോളാന്ന് വിചാരിച്ച് ഹോമിയോപ്പതി എടുത്തു. അപ്പം ആ ചികിത്സയിൽ കുട്ടിക്ക് ഫലം കാണും. ആ ഫലം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ക്യാൻസർ ഇൻ സിത്തു എന്നുള്ള അവസ്ഥയിൽ നിന്നും കുട്ടി മോചിതൻ ആയി അല്ലെ മോചിത ആയി എന്നാണ് എൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പല കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു. പണ്ടുകാലം മുതൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ബാലചികിത്സ എന്നാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും പിന്നെ ഈ പെട്ടെന്ന് കൊണ്ട് മാറട്ടെ എന്ന് വിചാരിച്ചായിരിക്കും മോഡേൺ മെഡിസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം അവർ ശക്തമായ ആന്റിബയോട്ടിക്സും പിന്നെ മറ്റ് സിംറ്റംസ് അനുസരിച്ചുള്ള മരുന്നുകളും കൊടുക്കും. അപ്പൊ പെട്ടെന്ന് മാറുമല്ലോ, കുട്ടിക്ക് ക്ലാസ്സിൽ പോകണം, പഠിക്കണം, പഠനം മുടങ്ങാൻ പാടില്ല, ആ രീതിയിലായിരിക്കും. അങ്ങനെ മാറി മാറി പോയിട്ടും ഫലം കാണുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും ഹോമിയോപ്പതി ഡോക്ടർക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഡോക്ടർ കൃത്യമായ മരുന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ ചൈൽഡ്ഹുഡ് ക്യാൻസർ ആയിരിക്കും നമ്മൾ അബോർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നന്നായി നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്താൽ അതനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ചർച്ചയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഹോമിയോപ്പതിക് പ്രിവെൻഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത് തന്നെ. ഒരു വ്യക്തിയുടെ പൂർണ്ണ ആരോഗ്യം പരിപാലിക്കപ്പെടണം. അതിന്റെ 4 ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ നേരത്തെ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഡിസീസ് അങ്ങനെ ഒരു സെഷൻ നമ്മൾ എടുത്തപ്പോൾ ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ബാലൻസ് ഡയറ്റ്, റെഗുലർ എക്സസൈസ്, അഡിക്വേറ്റ് റെസ്റ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇത് 4 ഇല്ലാതെ ആരോഗ്യ പരിപാലനം അസാധ്യമാണ്. അത് കാർഡിനൽ പ്രിൻസിപ്പിൾസ് തന്നെ. ഇത് 4 ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യ പരിപാലനം നടക്കൂ. ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ രോഗഗ്രസ്തനാകും. അതിന് യാതൊരു സംശയവും. ബാലൻസ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അയാളുടെ ഫുഡിൽ ഈ പ്രത്യേകിച്ച് ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കും. അതുപോലെ തന്നെ എസെൻഷ്യൽ ന്യൂട്രീഷ്യൻസ്, മറ്റ് ന്യൂട്രീഷ്യൻസ്, ദാറ്റ് ഇസ് മൈക്രോ ന്യൂട്രീഷ്യൻസ് എല്ലാം അടങ്ങിയിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 272 ന്യൂട്രീഷ്യൻസ് മാക്രോ ആൻഡ് മൈക്രോ വേണം എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മത്സ്യമാംസാദികൾ മാത്രം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മൈക്രോ ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി അനുഭവപ്പെടും. കാരണം മീറ്റില് പരമാവധി 10-12 പോഷകങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഓയിൽ സൊലുബിൾ ആയിട്ടുള്ള ഏതാനും വൈറ്റമിൻസും, പിന്നെ നമുക്ക് മാക്രോ എന്ന് പറയുന്നത് ഫാറ്റ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്, അതും കുറച്ചേ ഉണ്ടാവും. പക്ഷെ പ്രോട്ടീനും ഫാറ്റും ആയിരിക്കും ഏറ്റവും കൂടുതൽ മീറ്റിലുണ്ടാകുന്നത്. കുറച്ച് കാർബോഹൈഡ്രേറ്റും ഉണ്ടാവും, പിന്നെ കുറച്ച് വൈറ്റമിൻസ്. ഇത് മാത്രം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസിന്റെ ഡെഫിഷ്യൻസി അയാളിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രോഗികളെ നമുക്ക് ബോധവൽക്കരിക്കുകയാണെങ്കിൽ അയാളെ അതിൽ നിന്നും വിടുതൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇതൊക്കെയാണ് പ്രിവെൻഷൻ. മൈക്രോ ന്യൂട്രിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആന്റി ഓക്സിഡൻസ് ആണ് മെയിൻ, പിന്നെ മറ്റ് ന്യൂട്രിയൻസും. ഞാൻ പറഞ്ഞല്ലോ 10-12 ആണ് മീറ്റിലുള്ളത്. ബാക്കി 272 260 ന്യൂട്രീഷ്യൻസ് കിടക്കുന്നത് പഴങ്ങളിലും പച്ചക്കറിയിലാണ്. അപ്പൊ നമ്മുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതം. ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് വൈറ്റമിൻ എ, സി, ഇ.
and beta carotene. Then phytochemicals. അതൊരു കോമ്പൗണ്ടാണ്. പിന്നെ ലൈക്കോപ്പീൻ ഉദ്ദേശിക്കുന്നത് അതും ഒരു കോമ്പൗണ്ടാണ്. അത് ആന്റി ഓക്സിഡന്റ് ആയിട്ടും ന്യൂട്രീഷനായിട്ടും പ്രവർത്തിക്കും. അത് ഈ ഉറുമാമ്പഴം അല്ലെ മാതളം ആ പഴങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പോമോഗ്രനേറ്റ്. Then curcumin, one of the best antioxidants, anti-nutrition, and also a liver protector. Then tannins. Tannins ചായയിലാണ് കൂടുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ ടീയിലാണ് ടാനിൻ. അതേപോലെ തന്നെ ബയോഫ്ലേവനോട്സ്. അത് കളറിംഗ് മെറ്റീരിയൽസ് ആണ്. അതുപോലെ ഫ്ലേവർ, പഴങ്ങൾക്ക് കളറും ഫ്ലേവറും കൊടുക്കുന്നത് ഈ ബയോഫ്ലേവനോയിഡ്സ് ആണ്. ഇപ്പൊ ചില പഴങ്ങൾ, മാമ്പഴം പോലെയുള്ളത് തോലോട് കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പേരക്ക, മാമ്പഴം, സവർജിൽ, സപ്പോട്ട അങ്ങനെയുള്ളത് അതിന്റെ തോല് കളയാതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലാണ് ഈ സംഗതികൾ കൂടുതൽ, അതിന്റെ കളറും ഫ്ലേവറും ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അതിലാണ്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു ഫ്രീ റാഡിക്കൽസ് ആണ് വില്ലൻ. അതായത് മെറ്റബോളിസം, സെല്ലുലാർ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് പവർ ജനറേഷൻ, മൈറ്റോകോൺട്രിയയിൽ പവർ ജനറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ H2O-യും ഫ്രീ റാഡിക്കൽസും ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് ഒരു സെല്ലിൽ 5-ൽ കൂടുതലുണ്ടെങ്കിൽ അത് പ്രശ്നക്കാരാണ്. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഇല്ല എങ്കിൽ ആ സെല്ലിനെ അത് ബാധിക്കും. ആ സെല്ല് ഡീജനറേറ്റ് ചെയ്യപ്പെടും. തദ്വാര അടുത്ത സെല്ലുകളും ഡീജനറേഷന് വിധേയമാകും. അങ്ങനെയാണ് കൂടുതൽ ഏരിയയിലേക്ക് ഡീജനറേഷൻ പടരുന്നത്. അപ്പൊ അവിടെ ഫ്രീ റാഡിക്കൽസ് ആണ് വില്ലൻ. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് വേണം എന്ന് പറയുന്നത്. എടുത്തെടുത്ത് പറയാൻ കാരണം ഇതിന്റെ ബേസ് ആണ്. പിന്നെ നമ്മൾ എങ്ങനെ ഇത് ഒരു നമ്മൾ ഫാമിലി റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓരോ ആ ഫാമിലി മെമ്പേഴ്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റൽസും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രൂവ്ഡ് സിംറ്റംസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു എക്സാമ്പിൾ കൂടെ പറയണേ. എന്തോ ഒരു എക്സാമ്പിൾ കൂടി. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൾഫർ നമ്മൾ മാസ്റ്റേഴ്സിന്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു കഴിയുമ്പോൾ ഇറിറ്റബിൾ പേഴ്സൺ, ഇച്ചിങ്, ഇതൊക്കെയാണ് റാഗഡ് ഫിലോസഫർ, ഇതിനൊക്കെ ആയിരിക്കും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ കീനോട്ട് പറഞ്ഞു, കീനോട്ടിൽ ഒരു സ്പാർക്ക് നമുക്ക് കാണാം. ഒരു ചൈൽഡിനെ കുറിച്ച് പറയുന്നു. അതായത് ചൈൽഡ്സ് വേക്കപ്പ് വിത്ത് സിംഗിങ്. കരഞ്ഞുകൊണ്ടല്ല കുട്ടി എഴുന്നേക്കുന്നത്, പ്ലസന്റ് ആയിട്ടാണ് കുട്ടി എഴുന്നേക്കുന്നത്, പാടിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത്. അതേപോലെ തന്നെ ഒരു അഡൽട്ട്, ആ ആളിനെ കുറിച്ച് അയാളുടെ യഥാർത്ഥ സൾഫർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എൻത്യൂസാസ്റ്റിക് പ്ലസന്റ് ചാപ്പ്. അതാണ് യഥാർത്ഥ സൾഫർ. അല്ലാതെ ഇറിറ്റബിളും ഇച്ചിങ്ങും അല്ല, എൻത്യൂസാസ്റ്റിക് ആണ്. മിക്കവാറും അയാൾ ഒരു എക്സിക്യൂട്ടീവാണ്, ഉദ്യോഗസ്ഥനായിരിക്കാം. പക്ഷേ ഈ റാഗഡ് ഫിലോസഫർ എന്ന് പറയുന്ന ഒരു റുഡിമെന്ററി സ്റ്റേറ്റ് അയാളിൽ ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൻ എടുത്ത് കുത്തി, പിന്നെ ബോൾ പെൻ ആണെങ്കിൽ അത്
ക്യാപ്പ് മൂട്ടിൽ വെച്ചുകൊണ്ട് ആ ബോൾ പെന്നിന്റെ ഭാഗം പോക്കറ്റിൽ കുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു മഷി പടരും. അത് കുത്തിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വൈഫ് പറയുന്നു, ദേ മഷി ഉണ്ടല്ലോ പോക്കറ്റിൽ. ഉടനെ പുള്ളി പേന എടുത്ത് തിരിച്ചു കുത്തും. ഓ സാരമില്ലെന്ന് പറഞ്ഞു. അതേ സമയത്ത് ആഴ്സനിക് ആൽബം ആണെങ്കിൽ അയാളെ ഷർട്ട് മാറ്റിയിട്ട് പോകും. ഈ സൾഫർ പേഷ്യന്റ് ആണെങ്കിൽ അത് പ്രശ്നമാണ്, സാരമില്ല, അയാൾ പോയിട്ട് വരും. ആ ഷർട്ട് അന്നത്തേക്ക് ഇടും, പിറ്റേ ദിവസവും ഷർട്ട് മാറും. അതാണ് സൾഫർ. പക്ഷെ ബാക്കി സംബന്ധിച്ചിടത്തോളം അയാൾ പ്ലസന്റ് ആണ്, എൻത്യൂസിയാസ്റ്റിക് ആണ്, ചിയർഫുൾ ആണ് ആൻഡ് വൈബ്രന്റ് ആണ്. അയാളുടെ ജോലിയെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത്. പ്രൂവ്ഡ് സിംറ്റം ആണ് നമുക്ക് ആ ഇറിറ്റബിലിറ്റി എല്ലാം കിട്ടുന്നത്. ഇതാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അയാൾ വരുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലായി. രോഗിയായിട്ട് വരുമ്പോഴല്ല, ആ ഫാമിലി മെമ്പേഴ്സിന്റെ ആ രൂപഭാവങ്ങളും മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ സൾഫറിന് എഴുതും. അപ്പൊ പിന്നെ ഒരു രോഗിയാകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ സൾഫറിന്റെ എല്ലാം കാണിച്ചു തന്നു വരാം. അതേപോലെ തന്നെയാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസും ഈ പറഞ്ഞ പോലെ ഒരു നല്ല ആറ്റിറ്റ്യൂഡിലാണ്, വളരെ സോഷ്യബിൾ ആണ്, സോഷ്യൽ വർക്കറാണ്, കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ അയാൾ സ്ലഗിഷായി മാറുന്നു, ഡിപ്രസ്ഡ് ആകുന്നു. മതിയോ എക്സാമ്പിൾ? ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ ഒരാൾ ഏതാണ്ട് ഒരു മധ്യവയസ്കൻ അല്ലെങ്കിൽ 35-40 വയസ്സുള്ള ഒരാള് ആ യൗവനത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുന്ന ഒരാൾ, അപ്പം വളരെ ചിയർഫുൾ ആയിട്ടിരുന്ന ഒരാള്, നല്ലൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ പെട്ടെന്ന് അയാളുടെ മനോഭാവം മാറുന്നു. അങ്ങനെ മാറുമ്പോൾ അയാളിൽ എന്തെല്ലാം സംഭവിക്കും? ഗ്രേറ്റ് ഡെബിലിറ്റി ഇൻ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡെബിലിറ്റി അയാൾക്ക് അനുഭവപ്പെടുന്നു. മെഡിസിൻ കോണിയം മാക്കുലേറ്റമാണ്. മെമ്മറിക്ക് ലേശം വീക്ക്നെസ് ഉണ്ടാകുന്നു. and also weakness in body and mind. Trembling, both body and mind. Aversion to society, but try to avoid solitude. അടുത്തെങ്കിലും ഒരാൾ വേണം, അല്ലെ അയലോക്കത്തെ ഒരാൾ വേണം, വീട്ടിലൊരാൾ വേണം. തന്നെ വീട്ടിലിരിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. പക്ഷെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഇയാള്. നല്ല ബിസിനസ്മാൻ ആയിരുന്നു, അല്ലെ ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു. ആ ആളിൽ വരുന്ന ചേഞ്ചസ് ആണ്. അങ്ങനെ ഒരു ചേഞ്ച് ഇയാൾ കാണുന്നു. അല്ലെങ്കിൽ ഭാര്യ വന്ന് പറയുന്നു, ഭർത്താവ് ഇങ്ങനെ ഒരു മാറ്റമൊക്കെ കാണുന്നു, ഭാര്യ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അയാൾ ഒബ്സർവ് ചെയ്യുന്നു. അയാളുടെ ഇപ്പോഴത്തെ സിംറ്റംസ് എല്ലാം ചോദിക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള സിംറ്റമാണ് വരുന്നതെങ്കിൽ ഷുവർലി നമുക്ക് കോണിയം മാക്കുലേറ്റം ഹൈപ്പോട്ടൻസ് കൊടുക്കാം. അത് ജീൻ ലെവലിലേക്ക് പ്രവർത്തിക്കും, ജീൻ ലെവലിലേക്ക് അത് ഇറങ്ങും, അയാളെ രക്ഷപ്പെടുത്തും. അതുപോലെ കൽക്കീരിയ കാർബ്, aversion to work or exertion, slight mental work cause heat of head. Apprehensive towards evening, fear as if his reasoning power is losing, low spirited, confused. നമ്മൾ കൺഫ്യൂഷൻ പറഞ്ഞ ആ സാഹചര്യത്തെ നോക്കണം. അവിടെ ഈ കാൽസ്യം കൂടുതൽ ബ്രെയിനിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യുന്ന സാഹചര്യം, ബ്ലഡിൽ കൂടുതൽ കാൽസ്യം കൂടുന്ന അവസ്ഥയിലെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പം ഇവിടെയും അതാണ്, കൺഫ്യൂഷൻ പ്രിഡോമിനന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അയാളെ മെന്റൽ വർക്കിലേക്ക് നിന്നും അയാളെ തടഞ്ഞു നിർത്തുന്നത്. പിന്നെ കൽക്കരി കാർബിന്റെ മേക്കപ്പ് നമുക്കറിയാമല്ലോ, ഫെയർ ആണ്, ഫാറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഒബേസിറ്റി ആയിരിക്കും അയാൾ. കൽക്കരി കാർബ് ടിപ്പിക്കൽ അയാളുടെ മേക്കപ്പ്. ഓക്കെ,
Then phosphorus, great depression of spirit, oversensitive. നേരത്തെ ഞാൻ പറഞ്ഞു ഫോസ്ഫറസ് അങ്ങനെയല്ല, നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, വളരെ സോഷ്യൽ കോണ്ടാക്ട് ഉള്ള ആളാണ്, സോഷ്യബിൾ ആണ്, അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് വരുന്ന മാറ്റങ്ങളാണ്. അപ്പൊ അവിടെ ആ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒന്നല്ലെങ്കിൽ ബ്ലഡിലോ ടിഷ്യൂലോ സെല്ലുലാർ ലെവലിലോ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരുമ്പോഴാണ് അയാളുടെ മെന്റൽ ചേഞ്ചസും ഉണ്ടാകുന്നത്. എക്ടസി, റെസ്ലെസ്, ലോ റെസ്പോൺസ്, ഇൻഡിഫറൻറ്റ്, ഇത്രയെല്ലാം മെന്റൽ ചേഞ്ചസ് ആയാലും ഉണ്ടാകും. പിന്നെ നമുക്കറിയാവുന്നതാണ് അവിടെ ആ ഡീജനറേഷൻ ബ്ലഡിലെ ടിഷ്യൂല് സെല്ലുലാർ ലെവലിലെല്ലാം ഡീജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് ഫോസ്ഫറസ്. ദെൻ ഫോസ്ഫോറിക് ആസിഡ്, mental and physical debility, history of long-standing stress and strain, and grief. long-standing ആയിട്ടുള്ള സ്ട്രെസ്സോ ഗ്രീഫോ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇയാൾക്ക് പറയാനുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൽഡ് ഡെസ്പയർ, അതായത് അയാളുടെ മെന്റൽ അവസ്ഥ, സെറ്റിൽഡ് ഡെസ്പയർ. അയാളുടെ അതിൽ നിന്നും മോചിതൻ ആകുന്നില്ല, അല്ലെങ്കിൽ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല. എത്ര കൗൺസിലിംഗ് കൊടുത്താലും ധ്യാനം കൂടിയാലും ഇയാളെ ആ ഡെസ്പയർ ആയ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് സെറ്റിൽഡ് ഡെസ്പയർ എന്ന് പറയുന്നത്. അവിടെ ആസിഡ് ഫോഴ്സ് ഹൈപ്പൊട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. ദെൻ പൾസാറ്റല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്റെ എടുത്തു പറയേണ്ടതാണ് ഏപ്രിൽ ഡേ. ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം അറിയാമല്ലോ പൾസാറ്റിന്റെ. ഏപ്രിൽ ഡേ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മഴയും വെയിലും എന്നൊക്കെ. മഴയും വെയിലും കുറുക്കന്റെ കല്യാണം എന്നൊക്കെ പിള്ളേർ പറയുന്നത് അതാണ് സംഭവം. കാരണം പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും. ദാറ്റ് ഈസ് ഏപ്രിൽ ഡേ. അതാണ് ടിപ്പിക്കൽ പൾസാറ്റ്. അപ്പൊ ഇത്രയും മരുന്നുകൾ, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പിക്ചേഴ്സ്, ഡ്രഗ് പിക്ചേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാകാം. ഏതായാലും ഈ പറയുന്ന മരുന്നുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. നന്നായിട്ട് ജോലി ചെയ്ത് നടന്ന അല്ലെ ബിസിനസ് ചെയ്ത് നടന്ന ഒരാളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് കൊടുത്ത് അയാളെ മോചിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കും. ഇനി ട്രീറ്റ്മെന്റ്, അതായത് ഡയഗ്നോസ് ചെയ്ത് ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യും, അതും വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ സജിമോനും ഉണ്ണി വെള്ളിയത്തും ഒക്കെ നന്നായിട്ട് തെറാപ്യൂട്ടിക്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഒരു പേഷ്യൻ്റ് പ്രത്യേകിച്ച് നേരിട്ട് നമ്മുടെ അടുത്ത് വരും, കീമോതെറാപ്പിക്കോ റേഡിയോ തെറാപ്പിക്കോ ഒന്നും പോകാതെ ഹോമിയോപ്പതി തന്നെ ചികിത്സിക്കാമെന്നുള്ള ആ ഉദ്ദേശത്തിലും വിശ്വാസത്തിലും നമ്മുടെ അടുത്ത് വരുന്നു എങ്കിൽ പോലും ആ ഒരു ഫ്രൈറ്റ് അല്ലെ ടിമിഡിറ്റി, അതല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് ഡെത്ത്, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉടനെ മരിച്ചു പോകും എന്നുള്ളതാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എങ്കിലും പരീക്ഷിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം അയാളെ ആ മാനസിക അവസ്ഥയിൽ നിന്നും ടെൻഷനിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. മറ്റതവിടെ നിൽക്കട്ടെ, ഒരിക്കലും നമ്മൾ ക്യാൻസർ ചികിത്സയിലേക്ക് പോകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അയാളുടെ ആ മാനസിക അവസ്ഥയിൽ നിന്ന് അയാളെ മോചിപ്പിക്കണം. അതായത് മരുന്നിന്റെ സഹായത്തോടു കൂടി, അതല്ലെങ്കിൽ കൗൺസിലിങ്, ഞാൻ ധ്യാനം കൂടാൻ പറയാറുണ്ട്. മരുന്നും കൊടുത്തു വിടും, ധ്യാനം കൂടുന്ന നല്ലതായിരിക്കും ക്രിസ്ത്യൻസ് ആണെങ്കിൽ. അതല്ല എങ്കിൽ യോഗ ക്ലാസ്സിൽ പോകും, യോഗ ശരം, അവിടെയൊക്കെ മെന്റൽ സ്റ്റെബിലിറ്റി കിട്ടാനും ഒരു വിൽ പവർ കൂടാനൊക്കെയുള്ള സാധ്യത. അതോടുകൂടി തന്നെ അയാളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മെഡിസിനും അതിൽ നിന്ന് അയാളുടെ മാനസികമായിട്ടുള്ള മോചനമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, മോചിപ്പിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ക്യാൻസർ വർഷങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെടുന്നത്. എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 20-30 വർഷം എടുത്താണ് ആ ക്യാൻസർ
സിത്തു വന്നല്ലേ സ്റ്റേജ് 1ലേക്ക് വന്ന സിംറ്റംസ് കാണിക്കുന്നത്. അപ്പം പിന്നെ അത് ഉടനെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് അൾസറായി അത് നേരത്തെ പറഞ്ഞ പോലെ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസ് ഉണ്ടായി, ആളെ അങ്ങ് തട്ടിക്കളിയൊന്നുമില്ല. അപ്പൊ നമുക്ക് സാവകാശം, അപ്പൊ സാവകാശം എടുത്ത് മാനസികമായ ആളെ തയ്യാറാക്കിയിട്ട് ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകും മരുന്ന്. എനിക്കൊരു ഫെയിലായ ഒരു കേസ് ഞാൻ പിന്നീട് പറയാം. അതായത് കാരണം അയാളെ മോചിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ കേസ് ഫെയിലായി, ആള് മരിച്ചു. അപ്പോൾ ഈ ഫിയർ അല്ലെങ്കിൽ ടെറർ അല്ലെങ്കിൽ പാനിക്കായി വരുന്ന ഒരു പേഷ്യന്റിനെ ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിംഗ് നല്ലൊരു മാർഗമാണ്. പിന്നെ മെഡിസിൻ, നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ, ഫസ്റ്റ് മെഡിസിൻ അക്കനേറ്റ്. പ്രത്യേകിച്ചൊരു വിശദീകരണം വേണ്ട എന്ന് തോന്നുന്നു. ദെൻ ആഴ്സാൽപ്പ്, അവിടെ അയാളുടെ കണ്ണിലും മുഖഭാവത്തിലും ആ ഫിയർ ഓഫ് ഡെത്ത് പ്രകടമായി. അതുപോലെ അയാൾ വളരെ ഈ ഭയാനകം അല്ലെങ്കിൽ സംഭ്രമം അയാളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അങ്ങനെ അവസ്ഥയിലായിരിക്കും ആൾസാൽബ് നമ്മളെ സമീപിക്കുന്നത്. അയാളുടെ റെസ്റ്റ്ലെസ് നമുക്ക് പ്രത്യേകം വീക്ഷിക്കാൻ പറ്റും. അയാളുടെ നമ്മൾ കസേര ചൂണ്ടിക്കാണിക്കുന്നു, പക്ഷെ അയാൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, കുറച്ചൊന്ന് മൂവ് ചെയ്യും, കുറച്ചൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് തീരുമോ, വീണ്ടും വന്നിരിക്കും. അയാൾ നമ്മൾ ചോദിക്കുന്ന ആൻസർ ചെയ്യും, പക്ഷെ അവിടെ നിന്ന് എഴുന്നേൽക്കും. ആ കോൺസ്റ്റന്റ് മൂവിങ്, അതായത് ആ മനസ്സിന്റെ ആ റെസ്റ്റ്ലെസ്നെസ്, അത് തന്നെ ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ്, അതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പേഷ്യൻ്റാണ് ടിപ്പിക്കൽ ആൾസാൽബ് തന്നെയായിരുന്നു. കുട്ടികളുടെ ആണെങ്കിൽ പോലും ആ റെസ്റ്റ്ലെസ്നെസ് അതേപോലെയായിരിക്കും. ഇപ്പൊ അമ്മയാണ് എടുത്തോണ്ട് വരുന്നെങ്കിൽ ഉടനെ അച്ഛന്റെ കയ്യിലേക്ക് കൈ നീട്ടും, ആ ഉടനെ തിരിച്ച് അമ്മയുടെ കയ്യിലേക്ക് വീണ്ടും കൈ നീട്ടും, ചിലപ്പോൾ ഡോക്ടറുടെ നേരെയും കൈ നീട്ടും, എന്നെ എടുത്തോന്നും പോലും. അത്ര റെസ്റ്റ്ലെസ് ആയിരിക്കും. അത് ആ കുട്ടിയും ആൾസാൽബായിരിക്കും. ദെൻ ബ്രയോണിയയുടെ പ്രത്യേകത ഫിയർ ഓഫ് പെയിനും. അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്, അസഹ്യമായ വേദനയായിരിക്കും. ഇയാളുടെ ഇതിൽ നിൽക്കുന്നതായിരിക്കും, അത് അയാളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഭയക്കാനുണ്ടാവും. എനിക്ക് ഭയമൊന്നുമില്ല, പക്ഷെ ഇത് ഉണ്ടാക്കാവുന്ന ആ വേദനയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. അവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ബ്രയോണിയ. ഇഗ്നേഷ്യ, ചേഞ്ച് അവർ മൂഡ്, ബ്രൂഡിംഗ്, introspective, silent, sad, tearful, not communicative, sighing and sobbing. ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. നമ്മുടെ വന്ന് ഇരിക്കുമ്പോൾ ടവൽ എടുക്കും, കണ്ണു തുടയ്ക്കും, മൂക്കി കയറ്റും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ടിപ്പിക്കൽ ഇഗ്നേഷ്യ. ദെൻ നക്സോമിക്ക. നക്സോമിക്കയുടെ ആദ്യ ഹിസ്റ്ററി അല്ലോ, പുള്ളി നല്ല സുഖിമാനായിരിക്കും, അപ്പം നല്ല ഉദ്യോഗസ്ഥനായിരിക്കാം, ഉന്നത പോസ്റ്റിലിരിക്കുന്ന ആളായിരിക്കാം. അപ്പൊ അയാളുടെ ലൈഫ് സ്റ്റൈലിലും വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ അയാളുടെ ജീവിതത്തില് പിന്നെ എന്താണ് മധുവും മധുരാക്ഷിയൊക്കെ ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കാം. അപ്പൊ അതനുസരിച്ച് അയാളുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയായിരിക്കും. ഒരു അറേബ്യൻ കവി ഒമർ ഖയാം, അദ്ദേഹത്തിന്റെ ഒരു കവിത, ജീവിതോത്സവം എന്ന് പറയുന്ന ഒരു കവിത തുടങ്ങുന്നതാണ്, എ കപ്പ് ഓഫ് വൈൻ ആൻഡ് ബുക്ക് ഓഫ് വേർഡ്സ്
and thou before me, the wilderness will become paradise. കവ തുടങ്ങുന്നത് കുറച്ചും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ആ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം കുറച്ചുകൂടെ ശക്തമാകും. കാരണം like those who for today prepare, those that tomorrow stare, a musing from the tower of darkness cries, fools, your reward is neither here nor there. That means നീ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തേക്ക് സംഭരിക്കുക. ഇന്ന് നീ ചെയ്യുന്നത് എന്താണ്? നാളത്തേക്ക് സംഭരിച്ചു വലിച്ചൊരു കൂട്ടും. പക്ഷെ ഇന്നലെ എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കൈവിട്ട് പോകും. നാളെ എന്ന് പറയുന്നത് അൺസർട്ടൺ. അപ്പൊ നിങ്ങൾക്കുള്ളത് ലൈഫ് എന്ന് പറയുന്നത് ഇന്നാണ്. ലൈഫ് ഈസ് ടു ലിവ്. സോ ലിവ് പീസ്ഫുള്ളി ആൻഡ് ജെന്റലി ആൻഡ് ഹാപ്പി. അതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അപ്പൊ ഈ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നക്സോമിക്കായുടെ ജീവിതം. ആ ജീവിതമാണ് മാറി മറിയുന്നത്. അപ്പൊ അയാൾ എന്താവും? വെരി ഇറിറ്റബിൾ ആവും, വെരി ഇറിറ്റബിൾ, വെരി സെൻസിറ്റീവ്. ചെറിയ കാര്യങ്ങൾക്കും അയാൾ ചൂടാവും. ചെറിയ എലിമെന്റ്സിന് അയാൾ ദുഃഖിതനായി മാറും. അതുപോലെ തന്നെ ഡിസ്പോസ്ഡ്, അല്ലെങ്കിൽ അയാള് ആ ഒരു റിപ്രോച്ചിന് വിധേയനാകും. ഡിസ്പോസ് ടു റിപ്രോച്ച്. അപ്പൊ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ വരുന്നത്. നല്ല സുഖലോലുലായി നടന്ന ഒരാള് ഈ ഒരു അവസ്ഥയിൽ മെന്റൽ ചേഞ്ചുമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നക്സോമിക്ക അയാളെ രക്ഷപ്പെടുത്തും. അയാളുടെ ഈ ഫ്ലൈറ്റും എല്ലാം മാറും. രോഗാവസ്ഥയിൽ നിന്ന് മോചിത ആകാനാണ് സാധ്യത. ഫോസ്ഫറസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ രോഗാവസ്ഥയിൽ നമ്മൾ മുമ്പിൽ എത്തുമ്പോൾ ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ ഓർ സ്പിരിറ്റ്, ഫിയർഫുൾ, എക്ടസി, ഫിയർ ഓഫ് ഡെത്ത് വെൻ എലോൺ, ഇങ്ങനെ ഒരു സിംറ്റം ആയിട്ടായിരിക്കും ഈ ഫോസ്ഫറസ് നമ്മുടെ അടുത്ത് എത്തുന്നത്. കാരണം ഒരു ഭയവും ഇല്ലാതെ സമൂഹത്തെ സ്നേഹിച്ച് സമൂഹത്തിന് വേണ്ടി സെർവ് ചെയ്ത് ഒരു വളരെ സോഷ്യബിൾ ആയിട്ട് നടന്ന ഒരാളാണ് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഫോസ്ഫറസ് ആണ് അവിടെ കീറമടി. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും പല മരുന്നുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുറച്ച് സ്ട്രൈക്ക് ചെയ്ത മെഡിസിൻ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഡയഗ്നോസ്. ഇന്നലെ പറഞ്ഞിരുന്ന ഡയഗ്നോസ് കൂടെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കാരണം പലപ്പോഴും കേസ് നമ്മുടെ അടുത്ത് എത്തുന്നത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അഥവാ ഏതെങ്കിലും സംശയം വരികയാണെങ്കിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്രാപ്തരായിരിക്കണമല്ലോ. ചൈൽഡ്ഹുഡ് ഡിസീസിലെ അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളത്. ഹോഡ്കിൻ ലിംഫോമ, ലിംഫോമ, ഹോഡ്കിൻ ലിംഫോമ. അവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഈ ഫോസ, സൂപ്രാക്ലാവിക്കുലർ ഫോസ, ആക്സില ആൻഡ് അറൗണ്ട് നെക്ക്, സെർവിക്കൽ ലിംഫ് നോഡ്സ്, ഇതെല്ലാം സ്പർശിച്ച് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് പിക്ചർ, ദെൻ ഇമേജസ് ഒരു പരിധിവരെ നമുക്ക് സഹായിക്കുന്നതാണ് ഇമേജസ്. അപ്പൊ അവിടെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അതുകൂടെ പരിഗണനയിൽ വെക്കണം. കാരണം ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഇതിൻ്റെയൊക്കെ ഈ സിംറ്റംസ്, അത് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പനി, അത് എല്ലാം ഇതിനും കൂടെ ഉണ്ടാകുന്നതാണ്. കാരണം വിട്ടുമാറാത്ത പനി ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും നിൽക്കും. അതുപോലെ മറ്റു വ്യതിയാനങ്ങൾ എല്ലാം ഇതിനുണ്ടാവും. കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ഹോഡ്കിൻ ലിംഫോമ ബാധിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മൊത്തം വ്യതിയാനങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇതുകൂടെ പരിഗണിക്കേണ്ടതാണ്. അപ്പൊ അത് വി ഹാവ് ടു എക്സ്ക്ലൂഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആൻഡ് ഓൾസോ HIV. ഇതിനെ സഹായിക്കാനായിട്ട് CTO പെറ്റോ സ്കാൻ ചെയ്യിക്കാവുന്നതാണ്. പെറ്റ് സ്കാനൊക്കെ ചാർജ് കൂടുതലാണ്. ചിലര് 11,000 മുതൽ 22,000 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്നു. ദെൻ ബയോപ്സി. ആ നോട്ട്സ് ആണ് എടുത്ത് ബയോപ്സി ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ഓക്കെ, ബയോപ്സി ചെയ്തെടുക്കുന്നത് റീഡ് സിംബർഗ് സെൽസ് ആണ്. അതാണ് ഇതിന്റെ മൂലകാരണം. അത് ബി സെൽസ്, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമ്മൾ BT സെൽസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ ഈ B സെൽസിൽ വരുന്നതാണിത്. ദെൻ നോൺ ഹോഡ്കിൻ ലിംഫോമ, അവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ്. ദെൻ ബ്ലഡ് ടോട്ടൽ കൗണ്ട്, ഓൾസോ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. Then CT and PET images may help. USG, അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലിംഫോമ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട് സഹായിക്കും, അൾട്രാസോണോഗ്രാം. ദെൻ ബയോപ്സി. ദെൻ LP ലംബാർ പക്ചർ, അത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് LP എടുക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ സമ്മതിക്കില്ല. അവിടെ ഒരു ബാരിയറുണ്ട്, അതായത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ഒരു വേലിക്കെട്ടുണ്ട് അവിടെ. ആ വേലിക്കെട്ട് തീർക്കുന്നത് കൊളീൻ, വൈറ്റമിൻ C ആൻഡ് സെലീനിയം, ഇതിന്റെ എല്ലാം ഒരു കോമ്പൗണ്ട് ആണ്. അങ്ങനെ ഒരു ഭിത്തി അവിടെ തീർത്തത്. അവിടെ സെലക്റ്റീവായിട്ട് മാത്രം ഓക്സിജൻ ന്യൂട്രീഷന് മാത്രമേ വിടുന്നുണ്ട്. ബ്ലഡിന് ഒരിക്കലും ബ്രെയിനിലേക്ക് പ്രവേശനമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സെല്ലുകൾ പ്രവേശിക്കാൻ സാധ്യത കുറവാണ്. ഇനി ഏതെങ്കിലും വിധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചെക്ക് പോയിന്റ് ഒക്കെ പറഞ്ഞിരുന്നു, ഇതിൽ ആ പോയിന്റ് നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട്, അറിഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ ഫ്ലൂയിഡിൽ ഒരു സെൽ ഉണ്ടെങ്കിൽ അത് ബ്രെയിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് LP നോക്കുന്നത്, ലംബാർ പക്ചർ. അപ്പൊ ഈ സെൽസ്, B സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ്ലി ലാർജ് ആയിരിക്കും, ലൂക്കോസൈറ്റ്സ് മാത്രമല്ല മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ദെൻ ലൂക്കേമിയ, പെരിഫറൽ ബ്ലഡ് സ്മിയർ ആണ് നോക്കുന്നത്. പ്രധാന ടെസ്റ്റ് അത് തന്നെയാണ്. അതേപോലെ തന്നെ അത് ഏത് ടൈപ്പാണ്, ടൈപ്പ് അതിന്റെ സബ് ടൈപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ പെരിഫറൽ ബ്ലഡ് സ്മിയർ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെയും LP അത്യാവശ്യമാണ്. ബ്രെയിനിലേക്ക്, സ്പൈനൽ ഫ്ലൂയിഡിലേക്കൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് LP ലംബാർ പഞ്ചർ ആൻഡ് ഫർദർ എക്സാമിനേഷൻ ഈസ് നീഡഡ്. ദെൻ ബോൺ മാരോ ആസ്പിറേഷൻ, അതും ബയോപ്സിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അവിടെ ഹീമോപോയസിസ് നടക്കുന്നുണ്ടോ, അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടോ, രോഗം എന്തുമാത്രം മൂർച്ഛിച്ചു എന്നറിയാനായിട്ട് ബോൺ മാരോ എടുക്കാറുണ്ട്. ദെൻ ബ്രെയിൻ ട്യൂമർ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യതിയാനങ്ങളാണ് ഉണ്ടാകുന്നത്. കൺഫ്യൂഷൻ എന്ന ആ ഭാഗത്ത് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ അത് ഉദ്ദേശിക്കുന്നില്ല. ദെൻ ക്യാൻസർ മാർക്കേഴ്സ്, ഒന്ന് PSA എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ദെൻ CA
125, എസ്പെഷ്യലി ഓവറിയൻ ക്യാൻസർ ആണ്. പക്ഷെ ഫാലോപ്പിൻ ട്യൂബിലോ ഔട്ടർ സൈഡ് ഓഫ് ദി യൂട്രസ് അതല്ലെങ്കിൽ പെർട്ടോണിയം ആ ഭാഗത്തുള്ള പെർട്ടോണിയത്തിലേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മളെ സഹായിക്കും CA-125. അതുപോലെ തന്നെ CEA അതായത് കാഷോണിക് എംബ്രിയോട്ടിക് ആന്റിജൻ ആണ്. കോളോറക്ടൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സഹായിക്കാനുള്ളതാണത് CEA. Then alpha feto protein, liver cancer അതിനുള്ള ടെസ്റ്റാണ്, സ്പെസിഫിക് ടെസ്റ്റാണ്. Then HER2 ബ്രസ്റ്റ് ക്യാൻസർ. ഇപ്പൊ വെറുതെ ഒരു ലംബ് മാത്രമാണ്, അത് കുറച്ച് ഉള്ളിലുമാണ്, അല്ലെങ്കിൽ ബയോപ്സി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അവർ അത്, അല്ലെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റിൽ അത് റിവീൽ ചെയ്യപ്പെടും ബ്രസ്റ്റ് ക്യാൻസർ HER2. അപ്പൊ ഇത്രയും ടെസ്റ്റുകളൊക്കെ നോക്കിയെങ്കിലും ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റ് ടെസ്റ്റുകൾ നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സാധാരണഗതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജസ്, ഇതിൻ്റെയൊക്കെ സഹായം കൂടെ തേടിയതിന് ശേഷമേ ഒരു ഡയഗ്നോസിൽ എത്തിച്ചേരാൻ പോകും. ഇനി 1-2 കേസുകൾ കൂടി പറയാം എന്ന് വിചാരിക്കുന്നു. സമയം ഏതാണ്ട് ചർച്ചയ്ക്കും ചോദ്യോത്തരത്തിനും സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് നേരിട്ട് മോഡേൺ മെഡിസിനോ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടോ പോകാതെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന 1-2 കേസുകൾ. അല്ല, ഒന്ന് ഒരു ഹോമിയോ ഡിസ്പെൻസറിയിലെ ഒരു സ്റ്റാഫിന്റെ ബ്രദറായിരുന്നു. അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. ഇഷ്ടംപോലെ പോവലിക്കും മദ്യം കഴിക്കും. ആൾക്ക് ക്യാൻസർ ബാധിച്ചു. പക്ഷെ ഈ സ്റ്റാഫ് നേരിട്ട് നമ്മുടെ അടുത്താണ് കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ വലി ഇതെല്ലാം ഒഴിവാക്കാൻ തയ്യാറാണോ, അതുപോലെ തന്നെ മറ്റു കുറച്ച് വറുത്തത്, പൊരിച്ചത്, കരിച്ചത്, അങ്ങനെ ഈ ഹൈഡ്രോ കാർബൺസ് ഉള്ള വസ്തുക്കളെല്ലാം ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. ഏതായാലും ഒരു 2 വർഷത്തിന് ശേഷം അയാൾ ചുമട്ടുപണിക്ക് പോയി സുഖമായിട്ടിരിക്കുന്നു. ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു മുൻനിര എഴുത്തുകാരന്റെ പേരാണ് ഈ സ്റ്റാഫിന്റെ പേര്. അയാളുടെ ജ്യേഷ്ഠൻ ആണ് രോഗി. മലബാർ സൈഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ സ്റ്റാഫിനെ അറിയാൻ പറ്റും പേര്. അതുകൊണ്ടാണ് വ്യക്തമായ പേര് പറയാത്തത്. അത് ശരിയല്ലല്ലോ. ദെൻ ഒരു നേഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ. അപ്പം അവർക്ക് വോക്കൽ കോഡിനാണ് ക്യാൻസർ ബാധിച്ചത്. അവർ നേരിട്ട് നമ്മുടെ അടുത്താണ് എല്ലാ ഫയലുമായിട്ട് വരുന്നത്. അപ്പം വോക്കൽ പ്രിൻസിപ്പളാണ്, ടീച്ചിങ് ആണ് ജോലി. വോക്കൽ കോഡ് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അവർക്ക് അറിയാവുന്നതുകൊണ്ട് നേരിട്ട് നമ്മുടെ അടുത്ത് വരുന്നു. ഏതായാലും 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പ്രശ്നവുമില്ല. 2 വർഷം കൊണ്ട് അവർക്ക് സുഖമായി, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ അവര് ഈ സിറ്റി, എറണാകുളം സിറ്റിയിൽ ഒരു മേജർ ഹോസ്പിറ്റലിലെ പ്യുവർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് 23 വർഷം കഴിഞ്ഞു അവര് ഭേദമായിട്ട് സുഖം പ്രാപിച്ചതിന് ശേഷം 23 വർഷം കഴിഞ്ഞു. അവരിപ്പോ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നു. റിട്ടയർമെന്റിന് ശേഷം അവര് അവിടെ പോയി PRO ആയിട്ട് ചേർന്നു, ഇപ്പം വർക്ക് ചെയ്യും. അപ്പൊ അവര് വിട്ട ഒരു കേസാണ് ഞാൻ പറഞ്ഞ പരാജയപ്പെട്ടെന്ന്. അവരുടെ ഒരു സീനിയർ ആയിരുന്ന ഒരു നേഴ്സിന്റെ ഭർത്താവാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ 77 വയസ്സുണ്ട്. ടങ് ക്യാൻസർ ആയിരുന്നു. ഇദ്ദേഹം ഇത് മറച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജിലാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പം ഇവർക്ക് മക്കളില്ലായിരുന്നു. ഒരു പെൺകുട്ടിയെ എടുത്തു വളർത്തി. ആ പെൺകുട്ടി അമേരിക്കയിലാണ്, ഭർത്താവും അമേരിക്കയിലും. അപ്പം ഉള്ള വസ്തുവകകൾ വിറ്റ് അമേരിക്കയ്ക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിച്ചു, 2 പേരും. അപ്പൊ ഒരു പ്രോപ്പർട്ടി എറണാകുളം സിറ്റിയുടെ നടുക്കുകൾ, കോടിക്കണക്കിന് രൂപ വില മതിക്കുന്നു.
പക്ഷെ അതിന്റെ ചുറ്റും ഇവരുടെ തന്നെ ബന്ധുക്കളും സഹോദരനും താമസിക്കുന്നു. അവരിത് കൊടുപ്പിക്കില്ല, വിൽക്കാൻ സമ്മതിക്കില്ല. ചെറിയ വിലയ്ക്ക് ഇവർക്ക് കിട്ടണം. ഏതായാലും അതങ്ങനെ നീണ്ടു പോയി. അപ്പം ഈ കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ പുത്രദാരിദ്ര്യമാണല്ലോ ഏറ്റവും വലിയ ദാരിദ്ര്യം. അപ്പോൾ അക്കാരണം കൊണ്ട് തന്നെ ഇവര് ദുഃഖിതരായിരുന്നു. പിന്നെ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി, അതും അതിന്റെ വഴിക്ക് പറഞ്ഞു പോകും. അപ്പൊ ഇവര് പിന്നെയും ഏകാന്തതയിലേക്ക് മാറുക. അതുകൊണ്ട് തന്നെ എന്ത് കൗൺസിലിംഗ് നടത്തിയിട്ടും ധ്യാനത്തിന് വിട്ടിട്ടൊന്നും ഇയാളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റിൽഡ് ഡെസ്പയർ, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റില്ല. ഏതായാലും അധികം താമസിക്കാതെ അദ്ദേഹം മരണപ്പെട്ടു. ചികിത്സ നമ്മുടെ തന്നെയായിരുന്നു, വിട്ടുപോയില്ല. എന്ത് കാരണം കൊണ്ട് ഞാൻ മോഡേൺ മെഡിസിൻ പോകുകയെന്ന് തീരുമാനിച്ചിരുന്നു. ലാസ്റ്റ് വരെ ഹോമിയോ ചികിത്സ തന്നെയായിരുന്നു. എനിക്ക് വേദനയില്ലായിരുന്ന മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. പിന്നെ മറ്റൊരു കേസ്, ഒരു ലേഡി 65 വയസ്സുണ്ട്, അതിപ്പം ചികിത്സയിൽ നിലനിൽക്കുന്നത്. 65 വയസ്സ്. 65 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പോ 69 വയസ്സുണ്ട്. 2 ബ്രസ്റ്റിലും ക്യാൻസർ, 2ലും. ഇവരിത് ആരോടും വേണ്ടിയില്ല. ലാസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞപ്പോഴാണ് മക്കളോട് പറയുന്നത്. മക്കള് ദൂരത്താണ്, ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡ് രോഗിയാണ്. അപ്പൊ ഇവര് മാത്രമാണ് അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളെടുത്തും വീണ് മരിച്ചോട്ടെന്ന് പറഞ്ഞ് ആരോടും മിണ്ടാതിരുന്നു. ലാസ്റ്റ് വേദന സഹിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആശുപത്രി പോയി അവര് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമോ? ബയലാട്രൽ 2 ബ്രസ്റ്റിന്റെയും ഫോട്ടോ കാണാമോ? സർ ഇച്ചിരൂടെ പൊക്കി ഒന്ന് കാണാം. കാണാം. ഹലോ. എന്റെ പ്രത്യേകത എന്നാന്ന് ഈ 4 വർഷമായിട്ട് അവർ വീട്ടുജോലി എല്ലാം എടുക്കും. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. HB9 gram % ഉണ്ട്. ഏതായാലും ഇതൊരു വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ അതിന്റെ കല്ലപ്പ് കുറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു കോൺട്രോമയിൽ എങ്ങനെ സ്പർശിക്കുന്നു ആ രീതിയിൽ അത്രയും കട്ടിയായിരുന്നു. ഇപ്പൊ ആ കട്ടിയെല്ലാം പോയി, പതുപതുപ്പുണ്ട്. പക്ഷെ ഇത് ഊസിങ് ഉണ്ട്, ഒരു സീറോ സാങ്കിനസ് ഫ്ലൂയിഡ് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും അവർക്ക് വളരെ റിലീഫാണ്. 4 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ജോലിയെല്ലാം ചെയ്ത് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു കേസ്. എല്ലാവർക്കും കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾക്കാമല്ലോ. ഓക്കെ. കേൾക്കാം ഡോക്ടറെ. കേൾക്കാമോ? മെലനോമ. ഇത് എന്റെ അടുത്ത് നേരിട്ട് വന്നൊരു കേസാണ്. മെലനോമ കാണാലോ? കാണാം സാറേ, കാണാം. വർഷം മുമ്പ് ഞങ്ങളുടെ അച്ഛന് പനിയും തൊണ്ടവേദനയും തലനീരിറങ്ങും. നമസ്കാരം. വീഡിയോ കേൾപ്പിക്കുകയാണോ? ഓഡിയോ ആണ് സാറേ. ഞങ്ങളുടെ അച്ഛന് പനിയും തൊണ്ടവേദനയും തലനീരിറക്കമൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ തൊണ്ടവേദന വളരെയധികം കൂടുകയും ഭക്ഷണം ഇറക്കാൻ പറ്റാതെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറിന്റെ തുടർന്നുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആണോ എന്നുള്ള ഒരു സംശയം ഡോക്ടർ ഞങ്ങളോട് പ്രകടിപ്പിച്ചു. അപ്പോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡോക്ടറും കുടുംബ സുഹൃത്തുക്കൂടിയായ ഡോക്ടർ രേണുവിനെ ചെന്ന് കാണുന്നത്. അങ്ങനെ ഡോക്ടർ രേണു ആണ് ചവച്ചരിച്ച് കഴിക്കാൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് വളരെ കുറച്ചു കാലത്തെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി ഭേദമാവുകയും തന്നെ ചെയ്തു. ഇപ്പൊ 77 വയസ്സുള്ള അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അനുഭവത്തിൽ ഇതെല്ലാം നേരിട്ട് വന്ന കേസുകളാണ്. ഇതുകൂടാതെ
ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തെറാപ്പിയും കഴിഞ്ഞു പല കേസുകളുണ്ട്, അതൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്യാൻസറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഏതാനും സമയം മാത്രമേ ഉള്ളൂ. ഇന്നലെ കുറച്ച് സംശയം ഉണ്ടെന്ന് പലരും പറഞ്ഞു. എന്താണ് സംശയം? പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കാം. ഓക്കെ, അപ്പൊ അതേപോലെ സാറ് തന്നെ ഇങ്ങനെയുള്ള ഈ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള കേസുകൾ ആർക്കും വിജയിച്ചിട്ടുണ്ടോ എങ്കിൽ അതും ഇവിടെ ഫോറിൽ പറയുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു ഉത്തേജകമായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സാറിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയില്ലേ? അതെ അതെ, ഓക്കെ, അപ്പൊ സാറ് ആ ക്യാൻസറിനെ കുറിച്ചുള്ള 2ാം ഭാഗവും ഒന്നിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ബാക്കി എന്താണ് ബാക്കി ഭാഗം ട്രീറ്റ്മെന്റ്, അതിന് ചെയ്യേണ്ട പ്രിക്കോഷൻസ്, ക്യാൻസർ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, വരാതിരിക്കാൻ വേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, പ്രിവെൻഷൻ എങ്ങനെ സാധിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ പറഞ്ഞത്. ഇനി എന്തെങ്കിലും സാർ പറഞ്ഞ പോലെ കേസുകൾ എന്തെങ്കിലും സക്സസ് ആയ കേസുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സംശയം ഞാൻ ചോദിക്കാം. സാർ ഇന്നലെ പറഞ്ഞല്ലോ കുട്ടികളില് അല്ലെ കുഞ്ഞിലേ തന്നെ ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു വേരല്ല, ഒരു വിത്ത് പാകുന്നുണ്ട് കുഞ്ഞിലേ തന്നെ. പിന്നെ ഒരു 20-30 വർഷം കഴിഞ്ഞിട്ട് അല്ലെ 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും രോഗലക്ഷണങ്ങൾ കണ്ടുപിടുന്നത്, അല്ലെ ആക്ച്വൽ ക്യാൻസർ ആവുന്നതെന്ന് പറഞ്ഞല്ലോ. ഇല്ല അങ്ങനെയല്ല പറഞ്ഞത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ടാകാം. ആ മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു ജീൻ ആ കുട്ടിയിലേക്ക് പകർന്നിരിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ കാണുന്നത് അക്വേർഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ആണോ? അല്ലെ അത് തന്നെ അക്വയർഡ് ആണെങ്കിൽ പോലും അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പേ അതിനുള്ള ഇത് സാധ്യത അത് ഉണ്ടാവും. ചൈൽഡ്ഹുഡ് ക്യാൻസർ അല്ല, അഡൽട്ട് ക്യാൻസർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അതാണ് സാധാരണഗതിയിൽ 20 മുതൽ 30 വർഷം കൊണ്ടാണ് അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. അഡൽട്ട് ക്യാൻസർ അല്ല. അതില് ഈ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ എത്തുന്നത് 60-65 വയസ്സിലായിരിക്കും ഇത് കാണുന്നത്. ഇപ്പം നമ്മൾ തന്നെ കുറെ ഹോമിയോ ഡോക്ടേഴ്സ്, എക്സാമ്പിൾ പേര് പറയാം, ഡോക്ടർ ജയറാം, അല്ല ഡോക്ടർ തോമസ് മോഹൻ, പിന്നെ ഒരു കുമ്പളങ്ങിയിലുള്ള ഒരു ഡോക്ടർ, ഇവരെല്ലാം എബോവ് 60-ലാണ് ഇവർക്ക് ക്യാൻസർ പ്രകടമാകുന്നത്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പേ അവരിൽ അത് സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതാണ്, അപ്പോഴാ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും, അതല്ല ഞാൻ പറഞ്ഞത്. ഈ അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാളെ രക്ഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഫാമിലി ഡോക്ടർ ആയിട്ട് നമ്മളെ അംഗീകരിക്കുന്ന ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ റെക്കോർഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഓരോ വ്യക്തിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ രേഖപ്പെടുത്തി വെക്കണം. ശരി, അപ്പൊ അതാണ് അതിനുള്ള ഒരു മാർഗം. ഓക്കെ, അപ്പൊ ഇനി എന്റെ സംശയം അതായിരുന്നു. മറിയാമ്മ ഡോക്ടർ ഇന്നലെ എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മറിയാമ്മ ഡോക്ടറെ, എന്താണ് സംശയം? ചോദിച്ചോളൂ. മറ്റുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യണേ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്? ഞാൻ ചോദിക്കാൻ വരുന്നത് ഡിഫറൻസിയേഷനും മ്യൂട്ടേഷനും സാർ പറഞ്ഞല്ലോ, അതിലെ ഡിഫറൻസിയേഷൻ ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം, വ്യക്തമായി. ഡിഫറൻസിയേഷൻ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ എംബ്രിയോ സ്റ്റേജിൽ 3 ലെയർ ഉണ്ടാവില്ല. എക്ടോഡോം, മീസോഡോം, എൻഡോഡോം. ആ 3 ലെയറാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുന്നത്. തലമുടി നാര് മുതൽ കാലിന്റെ നഖം വരെ, അല്ലെ പ്ലാന്റാർ സർഫസ് വരെയുള്ള അനേകായിരം ടിഷ്യൂസ് രൂപപ്പെടുന്നത് ഈ 3 ലെയറിൽ നിന്നാണ്. അതിനാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മ്യൂട്ടേഷൻ വരുന്നത് ഈ ജീൻ ലെവലിലാണ്, അല്ലെങ്കിൽ DNA ലെവലിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ഡാമേജ് അതല്ലെങ്കിൽ ഡിഫോമിറ്റി സംഭവിക്കുന്നത് ഈ ജീൻ ലെവൽ അല്ലെങ്കിൽ DNA ലെവൽ, അതാണ് മ്യൂട്ടേഷൻ. ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നത് സെല്ലുലാർ ലെവലിലാണ്. ഓക്കെ, അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ലങ്സില് ഒരു ബ്രോങ്കിയൽ ക്യാൻസർ രൂപപ്പെട്ടു. അപ്പം മറ്റൊരു വില്ലനുണ്ട്, അതാണ് സ്റ്റെം സെൽസ്.
ഒരു വികൃതി കുട്ടിയെ പോലെയാണ്. അത് സ്വയം ഡിവൈഡ് ചെയ്യാനും ഡിവിഷൻ സ്വയം രൂപീകരിക്കപ്പെടാനും അതേപോലെ തന്നെ ഈ ഡിഫറൻസിയേഷൻ എന്നുള്ള ഒരു അവസ്ഥ ഏറ്റെടുക്കാനും ഇത് പര്യാപ്തമാണ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഈ ഹാർട്ടിലേക്ക് ഇതിന് പ്രവേശനമില്ല, തടയപ്പെടും. ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അത് തടയുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റെം സെൽസ് ഹാർട്ടിലേക്ക് വരാത്തത്. ഹാർട്ടിന് ക്യാൻസർ ബാധിക്കാത്തതിന്റെ കാരണം അതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് വികൃതി കുട്ടിയായതുകൊണ്ട് ഏതെങ്കിലും ഒരു ചേംബർ കയറി ഇരുന്നുകൊണ്ട് ഒരു പേസ് മേക്കർ ഉണ്ടാക്കുന്ന വിചാരിച്ചു. പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്ചാർജാണ്, ഹൃദയത്തിന്റെ താളം തെറ്റും. അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് സ്റ്റെം സെൽസ് അങ്ങ് കയറാതെ. ഇപ്പൊ ലങ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രവേശമുണ്ട്. അവിടെ സ്റ്റെം സെൽസ് കയറി കഴിഞ്ഞാൽ അത് സ്വയം ഡിവൈഡ് ചെയ്യുകയും ഈ നേരത്തെ പറഞ്ഞ ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു. അതിനാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. സൂപ്പറാറീനൽ ഗ്ലാൻഡിന്റെ ഒരു മെഡിലറി ഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഗ്ലാൻഡ് അതേപോലെ തന്നെ അവിടെ രൂപപ്പെടുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ രൂപപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിന്റെ ഹോർമോൺസ് എല്ലാം വരും. ഇനി ലാഹ്റാൻ സെൽസ് അതാണ് അവിടെ രൂപപ്പെടുന്നതെങ്കിൽ അവിടുന്ന് ഇൻസുലിൻ പ്രവഹിച്ചുകൊണ്ടിരിക്കും ഓവറായിട്ട്. അതും രോഗിക്ക് കേടല്ലേ. ഇപ്പൊ നോർ അഡ്രിനാലിനാണ് പ്രവഹിക്കുന്നതെങ്കിൽ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അത്യുഷ്ണം അനുഭവപ്പെടും, ഭയങ്കര ചൂട്, ഹീറ്റ് അനുഭവപ്പെടും. ഇതാണ് ഡിഫറൻസിയേഷൻ. ഇപ്പൊ മനസ്സിലായി സാറേ. മാർഗോളിൻ അൾസറും കൂടെ, മാർഗോളിൻ അൾസർ അൾസർ അതായത് പെർസിസ്റ്റിംഗ് ഒരു അൾസർ, ഓൾറെഡി നിലവിലുള്ള അൾസർ, അതിന് മാലിഗ്നന്റ് ചേഞ്ചസ് സംഭവിക്കുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു എങ്കിൽ ഈ പേരിലാണ് അനുഭവപ്പെടുന്നത്. താങ്ക് യു സർ. ഓക്കെ മറിയമ്മ ഡോക്ടറെ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ വാക്കുകൾ വളരെ ഹൃദ്യമായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടറെ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണല്ലോ ഈ അസുഖത്തിന്റെ കാരണമായിട്ടും, അല്ലെങ്കിൽ ആഹാരത്തിൽ ഉള്ള ആ പെസ്റ്റിസൈഡിന്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ ഇതായിട്ടെ ആഹാരത്തിൽ മലക്കറിയിലും മറ്റേയും വിഷ ഇത് അടിക്കുന്നതിൻ്റെ ഇതായിട്ടാണ് ഈ ഇത് കാണുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ തന്നെ ഈ ഫാമിലി ഹിസ്റ്ററിയിലോ അല്ലാതെയോ ഇങ്ങനെ ക്യാൻസറിന്റെ ആരംഭം എന്തെങ്കിലും ഉണ്ടോയെന്ന് വർഷങ്ങൾക്കും എത്രയോ വർഷം കൊണ്ടാണ് ഇത് പ്രകടമാകുന്നത്. അപ്പൊ ഇത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനോ ഉള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതല്ലേ പറഞ്ഞത്. കാരണം ഇവിടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതികരിക്കുന്നു. അപ്പൊ ആദ്യം ഇത് ഫ്രീ റാഡിക്കൽസ് ആണ് വില്ലൻ. ഫ്രീ റാഡിക്കൽസ് ആണ് ഡീ ജനറേഷന്റെ ആദ്യ സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ ഒരു ബ്ലഡ് വെസൽസോ അതല്ലെങ്കിൽ ഒരു ടിഷ്യൂവോ ഒരു ഓർഗനോ ഡീജനറേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമ്മ്യൂൺ സിസ്റ്റം പരാജയപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ബാറ്റിൽ നടന്നു കഴിഞ്ഞു. ബാറ്റിൽ നടക്കുന്നു. അതിന്റെ പ്രകടനം ആ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഉണ്ടാവും, അതിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അപ്പോഴത്തെ സ്റ്റേറ്റ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അബോർട്ട് ചെയ്യാൻ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല സാറേ. നമുക്കിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ യൂറിൻ ടെസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് അസുഖം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോന്ന് നമുക്ക് നേരത്തെ കണ്ടെത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. അതിങ്ങനെ പറ്റുള്ളൂ. അത് വരുന്നല്ല. ക്യാൻസർ ഇൻ സിത്തു ആകുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിൽ ഇന്ന് വരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ക്യാൻസർ ഇൻ സിത്തു അത് സാറ് പറഞ്ഞ പോലെ ഉള്ളി കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് മാറുന്നത് കണ്ട് ചെയ്യാം. അത് ഹോമിയോപ്പതിക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ക്യാൻസർ ഇൻ സിത്തു ആ അവസ്ഥയ്ക്ക് മുമ്പ് ഉള്ള വ്യതിയാനങ്ങൾ കണ്ടെത്താനും മരുന്ന് കൊടുക്കാൻ ഹോമിയോപ്പതിക്ക് മാത്രമേ സാധിക്കൂ. മറ്റൊരു സിസ്റ്റത്തിന് സാധിക്കില്ല. നല്ല പ്ലസന്റ് ആയിട്ട് നമ്മളെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനോ അല്ലെങ്കിൽ അയാളിനെ കാണുമ്പോഴുള്ള അപ്പിയറൻസിനോ അല്ലെങ്കിൽ സംസാരത്തിനോ ഒക്കെ കുറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടു വിചാരിച്ചോണ്ട് അങ്ങനെ പുള്ളിക്ക് എന്തെങ്കിലും
ഉള്ളില് ബേസിക് പ്രശ്നങ്ങളുണ്ട്. പത്തോളജി എന്തെങ്കിലും ഉണ്ടെന്ന്, പിന്നെ ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അത് അതാണ് അതാണ് ഞാൻ ഏറ്റവും ഉദ്ദേശിച്ചതാണ്. ആ അതെ. ഒരു ഫാമിലിയിൽ അച്ഛന് അമ്മയ്ക്ക് അപ്പന് ആർക്കെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷന് അത് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിന് നമുക്ക് വല്ല ഡ്രഗ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അയാൾ രക്ഷപ്പെട്ടു. അയാളുടെ എല്ലാ പ്രതിബന്ധങ്ങളും അത് പരിഹരിക്കപ്പെടുമല്ലോ. ആ കാരണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഒരു ഡിറ്റു ആണ്, സംശയമില്ലല്ലോ. പ്രകൃതിയിലുള്ള അതെ. സകല മൂലകങ്ങളും ആ മനുഷ്യനുണ്ട്. അതെ അതുകൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ചെറുക്ക് അയൺ കൂടുതലാണെങ്കിൽ അതിൻ്റെത് കാണിക്കും, ഗോൾഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെതായ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത്, സൾഫറിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ അയാൾക്ക് പ്രകടമാകും. അപ്പൊ അയാൾ കൂടുതൽ സസെപ്റ്റബിൾ ആണ് സൾഫറിന്. അപ്പൊ പ്രൂവ് ചെയ്യുമ്പോൾ ആ കീനോട്ട് സിംറ്റംസ് മുഴുവൻ അയാളിൽ പ്രൂവ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് അല്ല, തന്നെ എന്റെ സംശയം അതല്ലായിരുന്നു. എന്റെ സംശയം അതല്ല സാറേ. നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടായിരുന്നെങ്കിൽ വരും തലമുറകൾക്ക് അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? നമ്മള് കാരണം പ്രിവെന്റീവ് ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ നമ്മള് ഡ്രഗ്സ് പ്രിവെന്റീവ് കൊടുത്തു, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മള് ഡ്രഗ് ആണ്, ചിക്കൻ അതിന് പോക്സിന് യാതൊരു കൊടുക്കുന്നു സംശയമില്ല. എന്നുള്ള പോലെ ഒരു ഉദാഹരണം കൂടെ നമുക്ക് ഞാൻ പറയാം. പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗം അത് ഉണ്ടോ? തന്നെ ഫാമിലി ആ ഹിസ്റ്ററി പ്രിവെൻഷൻ ആണ് ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡ് കേൾക്ക്. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, 2 കുട്ടി, 2 പെൺകുട്ടികൾ. അപ്പൊ പുറത്തൊരാൾ വന്ന് ബെല്ലടിച്ചു. ഉടനെ മൂത്ത കുട്ടി ഒന്ന് നോക്കി, പരിചയമില്ലാത്തതാണ്. ഉടനെ അമ്മയെടുത്ത് ചെന്നിട്ട് അമ്മയെ പുറത്തൊരാൾ വന്നു. ആ സമയത്ത് ഇളയ കുട്ടിയുണ്ട്, പുറത്ത് ബെല്ലടിച്ച് നോക്കി, പരിചയമില്ലെങ്കിലും എന്താങ്ങളെ പപ്പയെ കാണാനോ? ആ, പപ്പ കുളിക്കാൻ ഇരിക്കുക കേട്ടോ. രണ്ടാമത്തെ കുട്ടി. ഈ 2 കുട്ടി ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് 2 രണ്ടാണ്. അവരുടെ ഡ്രഗ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ 2 രണ്ടാണ്. ശരിയല്ലേ? അപ്പം പിതാക്കന്മാർക്കോ അപ്പന്മാർക്കോ ക്യാൻസർ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ മെഡിസിൻ അല്ല കൊടുക്കേണ്ടത്, ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. അതാണ് പരിഹാരം. ജയചന്ദ്ര ഡോക്ടർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട് ക്യാൻസർ കുടുംബത്തിലുണ്ടെങ്കിൽ കാർസിനോസിനൊക്കെ ഒരു ഡോസ് കൊടുക്കാമെന്ന്. അതില് സാർ എന്താ പറയുന്നത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ലായിരിക്കും, പക്ഷെ പ്രിൻസിപ്പൽ ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതാണ് അപ്പൊ സാർ പറയുന്നത് ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്കും ഒരു മരുന്ന് കൊടുത്താൽ ശരിയാവില്ല. രണ്ടുപേരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ച് അവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്താൽ ക്യാൻസർ വരില്ലെന്നാണ് സാർ പറയുന്നത്. ഓക്കെ, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ കാർസിനോസ് എന്ന് പറയുന്ന ലൈവ് ക്യാൻസർ കേസിൽ കൊടുക്കാൻ പാടില്ല. ലൈവായിട്ടുള്ള ക്യാൻസർ കേസിൽ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാറില്ല. കൊടുക്കുന്നവരുണ്ട്. അദ്ദേഹം കൊടുത്തേണ്ടിരുന്ന ഒരു മെയിൻ സാധനം സിഫിലിനുമായി. അതെ, അതിലുപരി നമുക്കൊരു സ്പെസിഫിക് ഡ്രഗ് എന്ന് പറയാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ പറയാൻ പറ്റുന്ന മലാഡ്രിനാണ്. അത് ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഈ റേഡിയേഷനും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഇതിന്റെ റെമിനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് മലാഡ്രിൻ എന്നുള്ളതാണ്. അതെ, അത് തടയും. വണ്ടർഫുൾ ഡ്രഗ് ആണ്. തടയും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുക. മലാഡ്രിന അത് മെറ്റാസ്റ്റാസിസ് തടയാൻ വേണ്ടി കൊടുക്കാം എന്നുള്ളതാണ്, അല്ല ക്യാൻസർ പ്രിവെന്റീവ് അല്ല. മെലാഡ്രോണെങ്കിൽ അത് ഏത് പൊട്ടൻസി എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. മിക്കവാറും കൊടുക്കാൻ പറ്റുന്ന 200 കൊടുത്താൽ മതി, റിപ്പീറ്റഡ് ആയിട്ട്. വളരെ എഫക്റ്റീവ് ആണ് ഡോക്ടറെ. അത് സാറും അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് സാർ 2 ഭാഗങ്ങളായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ നല്ല ഒരു ക്ലാസ്സുമായിട്ടൊക്കെ സാറ് വീണ്ടും എത്തണം. വളരെ നല്ല ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ദിവ്യശ്രീ ഡോക്ടർക്ക് പറയാമോ? ദിവ്യശ്രീ ഹാൻഡ് റൈസ് ചെയ്യാമോ? പറഞ്ഞോളൂ. ഡൗട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഹെപ്പറ്റോസിലുള്ളവർക്ക് കാർസിനോമ
നെറ്റ് പ്രോബ്ലം ഉണ്ടോ ഡോക്ടർ? എന്തോ കേൾക്കുന്നില്ല ദിവ്യശ്രീ ഡോക്ടറുടെ നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഇനി പറഞ്ഞേ. ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് മേഡം, ഒന്ന് വായിച്ചിട്ട് സാറിന് ചോദിക്കോ? ഇവിടെ നെറ്റ് ഇഷ്യൂ. ചോദിച്ചോളൂ. നോക്കട്ടെ, ഞാൻ എന്നാ വായിച്ച് കേൾപ്പിക്കാം. എന്താണ് കാണുന്നില്ലല്ലോ? ഒന്ന് ചോദിക്കാമോ ക്ലിയർ ഡോക്ടറെ? ആകുന്നില്ല. ഒന്ന് ചോദിച്ചോളൂ ഡോക്ടറുടെ. അതേ, ഒരു കാര്യം ചെയ്യാം, സാറിന്റെ നമ്പര് ഞാൻ സംഘടിപ്പിച്ചു തരാം. അല്ലെങ്കിൽ സാറിന്റെ നമ്പർ എന്ന് പറയുമോ? ദിവ്യശ്രീ ഡോക്ടർ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ നന്നായിരിക്കും കേട്ടോ. 9847 312929. അതിന് ചോദിച്ചിരിക്കുന്ന സാർ HCC വിത്ത് ട്യൂമർ obstructing major Sir, vessels and surgery is not possible, and allopathy management only option is radiation. How can we manage? അതാണ് ക്വസ്റ്റ്യൻ. അനിൽകുമാർ ഡോക്ടറെ, നമ്മൾ ഇപ്പൊ തന്നെ ടൈം 5 മിനിറ്റ് വൈകി. ദിവ്യശ്രീ ഡോക്ടർക്ക് ഫോൺ നമ്പർ കിട്ടിക്കാണും. ദിവ്യശ്രീ ഡോക്ടർ വിളിച്ച് ചോദിക്കട്ടെ. എന്തായാലും നമുക്ക് ഇന്ന് 5 മിനിറ്റ് ആണ് ഇപ്പൊ. അല്ല, ഇവിടെ ഇപ്പൊ പറഞ്ഞു കേട്ടതേ ഇത് മറ്റൊരു ഒരു തിരുത്തലുണ്ട്. കാർസിനോമായും സാർക്കോമായും രണ്ടും രണ്ടാണ്. എല്ലാത്തിനും ഇങ്ങനെ കാർസിനോമ എന്ന് പറയുന്നത് ശരിയാവില്ല. കാർസിനോമ മീൻസ് എ ക്യാൻസർ വിച്ച് അറൈസ് ഫ്രം എപ്പിത്തീലിയം. സാർക്കോമ ഇറ്റ് ഈസ് അറൈസ് ഫ്രം കണക്റ്റീവ് ടിഷ്യൂ. ദാറ്റ് ഈസ് മേജർ ഡിവിഷൻ ഓഫ് ക്യാൻസർ. ഓക്കെ സാറേ. അപ്പൊ സാറിന് ഒത്തിരി അതിനെക്കുറിച്ച് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാണും. ദിവ്യശ്രീ ഡോക്ടറുടെ സംശയം സാറിനെ വിളിച്ചത് അത് ഒരു ദിവസം സാറിന്റെ ടോക്കിൽ ഒരു ദിവസം പറയണം, കാരണം ഇത് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി സാർ അത് കുറച്ച് സാറിന് ഒന്ന് വിശദമായിട്ട് പറയാൻ കാണും. എപ്പോ വിളിക്കണം സാറേ? സാറിന് സംസാരിക്കാൻ വേണ്ടി എപ്പോഴാണ് വിളിക്കേണ്ടത്? സംശയം ചോദിക്കുക. 10:30 ശേഷം. രാവിലെ 10:30? അതേ രാത്രി 10:30? രാവിലെ 10:30 ശേഷം. ഓക്കെ. അപ്പോൾ 10:30 ശേഷം ദിവ്യശ്രീ ഡോക്ടർ ദയവായി വിളിക്കുക. ഇനി സമയം ഒരുപാട് ഒത്തിരി 7 മിനിറ്റ് വൈകിട്ടുണ്ട്. പിന്നെ വിലപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് അത്രയും നീട്ടിയത്. അത് എന്നാലും നീട്ടുന്നത് ശരിയല്ല. നമ്മൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്താണ് പോണത്. ഇന്ന് ഇത്രയും സമയം അധികമായി. എന്തായാലും സാറ് വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് പങ്കുവച്ചത്. ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങൾ സാറ് തീർച്ചയായിട്ടും വരണം. ഇന്ന് ഇത്രയും വിലപ്പെട്ട ഒരു ക്ലാസ് എടുത്ത സാറിന് IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നമസ്കാരം. നമസ്കാരം.